വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക സ്വാഗതം ചെയ്യാൻ സമയത്ത് നമുക്ക് എന്താണ് ജീവിതത്തില് സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവാണെങ്കിൽ ഒരിക്കലും അല്ലേ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും എത്തിപ്പെടില്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ഒരു അവസരം അല്ലെ എന്നിലേക്ക് തന്നിട്ടുള്ള റബ്ബിനോടും എന്റെ പ്രിയ കൂട്ടുകാരിയോടും ഒക്കെ ഞാൻ നന്ദി പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്ന് ഈ ഒരു 7am അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും പറയുന്ന സമയത്ത് പല ജില്ലകളിലും ചിലപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ ഇരുന്നിട്ടാണ് ഈ ഒരു അവസരം കേൾക്കുന്നുണ്ടാവുക അല്ലെ. പക്ഷെ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ഫിജിക്കാർട്ട് ഫാമിലി നമ്മൾ അതല്ലേ പറയുക ഫിജിക്കാർട്ടിന്റെ ഫാമിലിയിലേക്ക് സ്വാഗതം എന്നാണല്ലേ നമ്മൾ ആദ്യത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഇട്ടൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നമ്മളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നമ്മളുടെ ഒരു അവസരം തന്നെയാണ്. അപ്പൊ ഇന്ന് ഈ ഒരു 7amലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഏവരെയും എന്റെ പേരിലും ഹാർദവമായിട്ട് തന്നെ സ്വാഗതം ചെയ്യണം. നമുക്ക് ഓരോ പുലരി എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം തുടങ്ങുക അല്ലെ. അപ്പോ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടായി മാറട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. ശിവാനമം പരിചയപ്പെടുത്തി, പേര് അസീബ എന്നാണ്, പഴയന്നൂരാണ് സ്വദേശം. അതേപോലെ തന്നെ കമ്പനി നിലവിൽ സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ ഞാന് ഈ ഒരു 7amല് ആദ്യമായിട്ട് കാണുന്ന ന്യൂ ജോയിനേഴ്സ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അല്ലെ. ഒരുപാട് എന്താ പറയാ ദിവസങ്ങളായിട്ട് തന്നെ പരിചയമുള്ള വ്യക്തികൾ ഉണ്ടാവും. അപ്പൊ എന്താണെങ്കിലും എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു 7amല് ഒരു സെഷൻ ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടോപ്പിക് വൈസോ എന്തെങ്കിലും നമുക്ക് പറയുന്ന ഒരു കാര്യം ഉപകാരപ്രദമാവണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ ടീമിൽ നിന്നാണെങ്കിലും കേട്ടൊരു കാര്യം എന്താന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു അവസരത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്ന സമയത്ത് മാമിന് ഇത് നടക്കും അല്ലെങ്കിൽ അസീബയ്ക്ക് ഇത് നടക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അറിയാം, ഒരാളെ ക്യാൻവാസ് ചെയ്യാൻ അറിയാം. അപ്പൊ അതൊക്കെ കൊണ്ട് എന്താണ് ഈ ഒരു അവസരത്തിലേക്ക് വർക്ക് ചെയ്യാന് വളരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഞങ്ങൾ വന്നതിന് ബുദ്ധിമുട്ടാവും. കാരണം മാഡത്തിനെ പോലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഞങ്ങളെ കൊണ്ട് സാധ്യമാവില്ല, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് പറയുമ്പോൾ ഇതിലോട്ട് വന്നിട്ടുള്ള ഓരോരോ വ്യക്തികളും ന്യൂ ജോയിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും നമ്മുടെ കുടുംബത്തിൽ അവരോട് പറയാ, എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ എതിർക്കാതിരിക്കില്ല, ഇപ്പൊ ഫ്രണ്ടിനോട് പറയാം. അങ്ങനെ ഒരുപാട് എന്താ പറയാ നമുക്കൊരു ഉണ്ടാവില്ല. നമുക്ക് കിട്ടിയ ഒരു അവസരം നല്ലതാവുമ്പോൾ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ അത്രയും വാല്യുബിൾ ആയിട്ട് ചിന്തിച്ച വ്യക്തികൾക്ക് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ചിലപ്പോൾ കുടുംബത്തിലോ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ അയൽവാസികൾക്കോ നമ്മൾ ഈ ഒരു അവസരം വളരെ ആകാംക്ഷയോട് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പറയും നിനക്കൊന്നും വേറെ പണിയില്ലേ, അപ്പുറത്തെ മറ്റേ ആള് പോയിട്ട് ഇത്ര രൂപ കൊണ്ടേ കൊടുത്തിട്ട് പെട്ടിട്ട് ആളുടെ കാശ് പോയതാണ്, നിന്നെ കൊണ്ടൊക്കെ നടക്കുവോ, നിനക്കൊണ്ടൊന്നും നടക്കുന്ന പരിപാടിയല്ല, ഞാനൊന്നും ഇല്ല എന്നുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പിന്നീട് നമ്മളുടെ ഫോണ് പോലും എടുക്കലുണ്ടാവില്ല. അപ്പൊ ചിലവര് ചിന്തിക്കും അല്ലെ, അതായത് മറ്റുള്ളവര് ഈ പറഞ്ഞ പോലെ ഒരു വിധം എന്താണ് ചിന്തയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഈ ഒരു അവസരം തന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയുന്ന പവർഫുൾ ലേഡി ലീഡറും ടീം സ്പാർക്കിനെയൊക്കെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന രമ്യ രഘു മാമാണ് എനിക്ക് ഒരു അവസരം തന്നിട്ടുള്ളത്. പറയാണ്ട് എന്റെ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അസീബ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു അവസരമാണ്, ഇതിലൊന്ന് കയറി നിൽക്കാൻ നോക്കൂ എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരമായിട്ടൊന്നും ഞാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, ഈ ഒരു അവസരത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോ പഠനം എന്ന് പറയുമ്പോൾ എനിക്ക് ഡിഗ്രി പഠനമാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ മാരേജ് കഴിഞ്ഞു. അപ്പൊ തുടർ പഠനം അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവുക എന്നൊക്കെ പറയുന്നത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് ചില സമയത്ത് അതൊരു +2 കഴിഞ്ഞ് ഞാൻ എടുത്തൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്, അതേപോലെ ബികോം ആയതുകൊണ്ട് തന്നെ ബിസിനസ് മൈൻഡിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ ടീച്ചിങ് മേഖലയ്ക്ക് കടന്നു ചെല്ലുക, അതേപോലെ എന്നും വിചാരിക്കും ഞാൻ പറയുന്ന വാക്കുകൾ ആർക്കെയും പ്രചോദനമാവണമെന്ന് ചിന്തിക്കാറുണ്ട്.
അതേപോലൊരു എന്റർപ്രണർഷിപ്പ്, ഒരു സംരംഭകയായിട്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നതും ചില സമയത്ത് ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പോയതെങ്കിൽ നമുക്ക് എന്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് അതിനെന്തില്ല സാധ്യമായില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന് മാത്രം വരുമാനം ഇവിടെ ഇക്കാക്ക് കണ്ടില്ല. പിന്നെ നമുക്ക് പരിചയം ഇല്ലാത്തൊരു സ്ഥലം, പിന്നെ ഒരു എന്താ പറയാ, നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ അങ്ങനെ ഒരു വ്യക്തി അല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ സ്വപ്നങ്ങളൊക്കെ അവിടെ കുഴിച്ചു മൂടേണ്ടി വന്നു. തുടർ പഠനം എന്നോ ഞാൻ ചിന്തിച്ച ലെവലിലേക്കോ പോവാതിരുന്നു. അപ്പൊ ഞാനാണെങ്കിലും +2 മുതൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്ത കാരണം കൊണ്ട് അപ്പൊ ഈ ഒരു വിവാഹം കഴിഞ്ഞത് ഇപ്പൊ ഇന്നലേക്ക് ഒരു 15 വർഷം കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഇതിലൊരു ജൂലൈ എന്നുള്ള സമയം പറയുമ്പോൾ ജൂൺ എന്ന മാസം വരെ നമുക്കറിയാം സ്കൂൾ തുടങ്ങിയിട്ട് ട്യൂഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നിശ്ചയത്തിന് വരുന്നതിന് മുന്നേ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞത് കാരണം കൊണ്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ നമുക്കറിയില്ലായിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഈ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ട്യൂഷൻ എടുക്കോ, ഞങ്ങൾ വേറെ എവിടെയും ജോയിൻ ചെയ്യിപ്പിച്ചില്ല, ഡിഗ്രി കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഉമ്മ എന്നെ പറഞ്ഞു അവിടെ എടുക്കുകയായിരിക്കുക, വെറുതെ ഇരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത ആളായതുകൊണ്ട് തന്നെ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പൊ തൃശ്ശൂരിൽ താത്താന്റെ അവിടെ പോയിട്ട് ഒരു യൂണിഫോം വർക്ക് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് വിരുന്ന് പോയ സമയത്ത് വെറുതെ മെഷീനിൽ ഇരുന്നിട്ടൊക്കെ ഒന്ന് തേച്ച് നോക്കിയ സമയത്ത് പറഞ്ഞു തന്നു എങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നപ്പോ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു കാര്യങ്ങള് തുന്നല് വീട്ടിലോട്ട് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളും അതും തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചോളം വെറുതെ ഇരിക്കണം അങ്ങനെയൊന്നുമില്ല. കാരണം ചെയ്തിട്ട് എത്ര വരുമാനം കയ്യിൽ കിട്ടണോന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, വിഷയമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, കൈകാലം വെച്ച് വെറുതെ ഇരിക്കാനോ 10 രൂപ ഇല്ലാതിരിക്കാനോ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ തുന്നലും ട്യൂഷനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്ത ഒരു ചേച്ചിയായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പൊ അതിന് അപ്പൊ രമ്യ മാമിനെ എനിക്ക് എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതും അതേപോലെ തന്നെ രമ്യ മാമിനെ കോങ്ങാട് നിന്ന് കല്യാണം കഴിച്ചു, എന്നെ കല്ലേപ്പുള്ളിയിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതും സ്ഥലം പറയുന്നത് അയ്യപ്പൻകുന്ന് പുതുക്കോട് സ്വദേശികളായിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഒറ്റ ദിവസത്തെ പരിചയം എങ്ങനെയെന്ന് പറഞ്ഞ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ആളും വീട്ടിലേക്ക് മോളെ കൊണ്ട് പോവാനും ഞാനും മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോവാനുള്ള ഒരു ഇതിലാണ് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുള്ള ചെറിയൊരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ തൊട്ട വീട്ടിലൊരു ഒരു ചേച്ചിയും അതുപോലെ രമ്യ മാഡം തന്നെ എപ്പോഴും PSC ക്ലാസ്സിന് ഒരുമിച്ചിട്ടാണ് പോവുക. അപ്പൊ നമ്മൾക്കറിയാലോ നമ്മുടെ ഫ്രണ്ട്സുകൾ തമ്മിലുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ആ ഫ്രണ്ട്സ് അവരോട്, അതായത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് അത്രയും ഡിയറസ്റ്റ് ആണെങ്കിൽ അവർക്കും കൂടി നമ്മളെ അറിയില്ല, നമുക്ക് മാത്രമല്ല അറിയാം. അപ്പൊ ആ ഒരു തരത്തില് എന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ രമ്യ മാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ അടുത്തും ആ ചേച്ചി പറഞ്ഞു തരാറുണ്ട്. അപ്പോഴാണ് രമ്യ മാം ബൊട്ടിക്കൊക്കെ തുടങ്ങി എന്നുള്ളത് അറിഞ്ഞ സമയത്ത് ഈ ഒരു ഊർവശിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതെങ്ങനെയാന്ന് പറഞ്ഞ സമയത്ത് പണ്ട് കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സ്വരുക്കൂട്ടി വെച്ചതാണെന്നോട്ട് കാണിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ ഒരു സിനിമയില്. അപ്പൊ അതേപോലെ എന്തും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അതൊന്നും എടുത്തു വെക്കാണ്ട് അതൊക്കെ നമ്മൾ എടുത്ത് യൂസ് ചെയ്തിട്ട് അല്ല നമുക്കത് ഉപകാരപ്പെടാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ, ഒക്കെ സ്വരുക്കൂട്ടി വെക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ അങ്ങനെ നോക്കുമ്പോ മോളുടെ ഡ്രസ്സിൽ പുതിയ പോലുള്ള സാധനങ്ങൾ ഒരുപാട് ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഇത് എന്റെ കയ്യിൽ വെച്ചിട്ട് വലിയ കാര്യം, പക്ഷെ ഞാൻ ഒരിക്കലും സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മളുടെ ജീവിത സാഹചര്യം കൊണ്ട് പണത്തിന് അത്രയും ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ചേച്ചിയോട് പറഞ്ഞു ആളെന്തായാലും ബൊട്ടിക്കും കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ളതല്ലേ, കാരണം ഇതൊന്നും എന്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ആൾക്ക് കൊടുത്തോളൂ വട്ട അന്ന് കുറെ സാധനങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഈ ചേച്ചിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോഴും എനിക്ക് ഒരു തുന്നല് ചെയ്തിട്ടോ ട്യൂഷൻ ചെയ്തിട്ടോ ഒരു വരുമാനം ഇല്ലാണ്ടുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഞാന് ജോലി ആവശ്യമുള്ളവരും ജോലിക്കാരെ ആവശ്യമുള്ളവരും എന്താ പറയാ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വടക്കഞ്ചേരിയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അവിടെ പോയി അന്വേഷിച്ച സമയത്ത് നമുക്ക് അവിടെ ജോലിയുടെ രജിസ്ട്രേഷൻ ചെയ്യണം ചിന്തിച്ച ഞാന് എനിക്ക് അവിടെ തന്നെ എന്തെങ്കിലും സ്റ്റാഫായിട്ട് ജോലി കിട്ടിയിരുന്നു. അപ്പൊ അവരെനിക്ക് പറഞ്ഞൊരു സാലറി എന്നുള്ളത് 9,000 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് മാസങ്ങൾ അവിടെ നിന്നു. പക്ഷെ ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ആ സാലറി തരുന്ന ദിവസം ആ ഒരു സാറ് ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന കണ്ടപ്പോ നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വരും.
കാരണം അത്തരത്തില് ഞായറാഴ്ചക്ക് ഇത്ര ലീവ് ആവുമ്പോ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തുച്ഛമായിട്ട്, അപ്പൊ ചെറിയ മോളെയൊക്കെ ചെറുതാകുമ്പോ നമ്മൾ ആളെയും ഇട്ടിട്ട് വീട്ടിൽ വിട്ടിട്ടാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് പോവാണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ കടന്നു പോയി. അത് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വഴിയല്ല എന്ന് അറിഞ്ഞു. കാരണം ഈ 9 എന്ന് പറഞ്ഞു കൊടുത്ത് 3 പോലും ആ ഒരു വ്യക്തി നമുക്ക് തരാതായപ്പോ അതവിടെ നിർത്തിയിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് ഇനി എന്താ ചെയ്യാന്നറിയില്ല. കാരണം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വരുമാനമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്താ ചെയ്യാന്നറിയാം. അടുത്ത ദിവസം ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുള്ള അടുത്ത വീട്ടിലെ ചേച്ചി തന്നെ പറഞ്ഞു, നിന്നോട് സ്റ്റിച്ചിങ്ങിന്റെ അവിടേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാനേ അതിശയിച്ചു. കാരണം എനിക്ക് തുന്നലോ കാര്യങ്ങളോ അറിയില്ല. പിന്നെ നമ്മൾ ഒരു ബൊട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, എക്സ്പീരിയൻസ് വേണമല്ലേ. അപ്പൊ ഞാൻ പിന്നെ ആളെ കണ്ട് കണക്ട് ചെയ്തപ്പോ രമ്യ മാം പറഞ്ഞൊരു കാര്യം, ഒരാൾക്കും ഒരു താല്പര്യം ഇല്ലാണ്ട് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ധൈര്യമായിട്ട് നീ വന്നോ, ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തരത്തിലാണ് ഞങ്ങളുടെ സുഹൃത്ബന്ധം ഒരുപാട് അധികമായിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ അവിടെ പോയ സമയത്ത് ഞാനൊരു സ്റ്റാഫായിട്ടോ ഒന്നുമല്ല ഉണ്ടായിരുന്നത്. കാരണം അവിടെ വരുന്ന സമയത്ത് പുതിയ വ്യക്തിയാണെങ്കിൽ തോന്നും ആരാണ് ഇതിലിന്റെ ഓണർ എന്നുള്ളത്. കാരണം അത് എനിക്ക് എന്റെ ഷോപ്പ് എങ്ങനെ വേണം നമുക്ക് വൃത്തിയും മെനയൊക്കെ ആയിട്ടിരിക്കും. ചിലപ്പോൾ സ്റ്റിച്ച് കൂടുതൽ ഞാൻ അവിടുത്തെ തുണികളോ ഒക്കെ സെറ്റ്. കാരണം എനിക്ക് എന്താ നമ്മളുടെ കട പോലെ, പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഒരു കൂടപ്പറപ്പ് പോലെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഇതില് എനിക്ക് അറിയാത്ത ഒരു വ്യക്തിയെ അവിടെ ഉള്ളവരത്തൊക്കെ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലല്ലായിരുന്നു. അപ്പൊ ആ ഒരു തരത്തിലൊക്കെയുള്ള ബന്ധമാണ് ഞാനും രമ്യമാണ്. എനിക്കൊരു അവസരം തരാനുള്ള ഒരു സാഹചര്യം. അങ്ങനെ ജീവിതത്തിലെ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പുതുക്കോട് എന്നുള്ള സ്വദേശി എന്നുള്ളതിൽ നിന്ന് വാടക വീട്ടിലേക്കൊക്കെ മാറേണ്ടി വന്ന സമയത്ത് പിന്നെയും ഞാൻ ഈ ഒരു റിപ്പീറ്റേഷൻ അടിച്ചിട്ട് ഈ തുന്നലും, അപ്പൊ ചെറിയ മോളിന് പ്രഗ്നന്റ് ഒക്കെ ആയി. അപ്പൊ മക്കൾ വന്നിട്ട് 2 പേരായി. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൂടുതലായി. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്താ പറയാ തുന്നല്, ട്യൂഷന്, അതേപോലെ തന്നെ ഫോണ് നോക്കിയിട്ട് കേക്ക് കാര്യങ്ങൾ ചെയ്യാന്, അതേപോലെ പത്തിരി കാര്യങ്ങൾ പറഞ്ഞ പോലെ അത്യാവശ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നും ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ വളരെ മോശം സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്താണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനും എന്റെ പ്രശ്നങ്ങളും ആരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ ഇഷ്ടമല്ല. കൊറോണ സമയത്ത് പോലും അടക്കം ഉമ്മ ഫോണില് വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് ഉമ്മയുടെ മുന്നിൽ വരാൻ നാണക്കേടായിട്ട് ഉമ്മാനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അത് എത്തി നോക്കിയ ഒരാളാണ്. അതല്ലെങ്കിൽ ഒരാൾ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ സുഖായിരിക്കണോ എന്നുള്ളത് ഈ ഒരു അര സെക്കൻഡിലൊക്കെ ഒതുക്കുന്ന ഒരു മറുപടിയോ ചോദ്യത്തിലോ ഒതുങ്ങിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ, എന്റെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോയിരുന്ന എന്നോട് വളരെ ജീവിതത്തില് അസുഖങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടി പോകുന്ന സമയത്ത് രമ്യ മാം എനിക്ക് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, സീബെ ജീവിതത്തെ രക്ഷപ്പെടാൻ പറ്റുള്ള ഒരു അവസരമാണ് കേറി നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഫോൺ യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, അതായത് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള മൈൻഡ് സെറ്റ് എന്താണ് മൈൻഡിൽ കയറി വന്നു. കാരണം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാനൊരു നിലയിലെത്തുന്നുള്ളതാണ് എന്റെ മൈൻഡ് സെറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ പോയി പണി നോക്ക്, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് 10 രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞൊരു വ്യക്തി. പക്ഷെ ഒരിക്കലും ഈ ഒരു മേഖല എന്താണ്, കാരണം അന്ന് രമ്യ മാം ജോയിനിങ് ആയതുകൊണ്ട് തന്നെ പ്ലാനോ കാര്യങ്ങളോ ആ ബേസ് അല്ല പറയണത്. ഈ പറഞ്ഞ പോലെ ചെമ്മണ്ണൂർ ജ്വല്ലറിന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അത്ര മാത്രമാണ് ഉള്ളത്. ബോച്ചനെയും ചെറുതായിട്ട് അറിയാം. അപ്പൊ ഇത് പറയുന്ന സമയത്ത് എവിടെ രക്ഷപ്പെടണം നമുക്ക് ചിന്ത വരണം. അപ്പൊ നമ്മൾ ചില സമയത്ത് ജീവിക്കണ്ടേന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോ എന്തിനാ അങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ ചിന്തിക്കുമ്പോഴായിരിക്കും വിളിച്ചിട്ട് പറയാം എന്നോട് അസീബയെ രക്ഷപ്പെടുന്ന ചിന്തിക്കുമ്പോ നമ്മുടെ മൈൻഡില് എന്താണ് നമുക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത വരും. അപ്പൊ അത്തരത്തിലാണ് ഞാൻ രമ്യ മാമിനെ 6 മാസത്തിലും കൂടുതൽ എന്നോട് രക്ഷപ്പെടുന്ന പറയാ. ഞാൻ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഫോൺ ഞാൻ എടുക്കില്ല, സൈലന്റ് ആയിട്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒഴിവ് പറയും. അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ എനിക്കൊരു ഇറിറ്റേഷൻ തോന്നി. കാരണം ഈ പറയുന്ന വ്യക്തി എന്താണ് എന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാണ്ട് വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നത്. അന്ന് പറഞ്ഞു 10-25,000 രൂപ എന്ത് വേണ്ടി വരും, ജോയിനിങ് വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ചില സമയത്ത് ചിലപ്പോൾ 250 രൂപയോ 25 രൂപയോ എടുക്കാൻ കഴിയാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് എന്റെ പ്രശ്നങ്ങളെക്കാളും രമ്യ മാഡം എൻ്റെ അടുത്ത് ഇത് പറയുന്ന ഒരു പ്രശ്നമാണ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്.
അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ച ലാസ്റ്റ് എനിക്ക് ദേഷ്യമോ സങ്കടമോ എന്തൊക്കെ വന്നെന്നുള്ള അറിയില്ല. പക്ഷെ ഞാൻ ചോദിച്ച ഇത്ര മാത്രമാണ്, നീ ഇത് പറയാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ ചോദിച്ചത്, നീ ഇതിനി എൻ്റെ അടുത്ത് പറയാതിരുന്ന് കഴിക്കാൻ, ഇനി മേലാൽ പറയാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോ, നീ ഒന്ന് കയറി നിന്നാ മതി എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പൈസ ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഇവിടെ കയറി നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യില്ല. എന്റെ ചിന്ത എന്താണ്, ഇനി എന്നോട് ആളൊന്നും പറയില്ല, എന്തായാലും കുറച്ച് പ്രൊഡക്റ്റുകൾ കിട്ടാതിരിക്കുക എന്നുള്ള ധാരണയാണെങ്കിൽ. അപ്പോഴാണ് അങ്ങനെ 7am ഉണ്ട്, 7am കയറുമെന്ന് പറഞ്ഞു. കുറെ ദിവസം ഒന്നും കയറിയില്ല. പിന്നെയും ഇത്രയും പറഞ്ഞു നോക്കല്ലേ, എന്തെങ്കിലും ആവട്ടെ എന്ന് തൊട്ട് കയറി നോക്കിയപ്പോ എന്തോ നമ്മളെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയുമെന്നുള്ള പ്രചോദനം കിട്ടണു. അപ്പൊ എന്തോ ചെറിയൊരു ഇൻസ്പിറേഷൻ തോന്നി 7am. അത് കഴിഞ്ഞപ്പോ പിന്നെയും നോക്കുന്ന സമയത്ത് 2 ദിവസം ആള് വിളിച്ച ഫോണൊന്നും രാവിലെ എടുത്തില്ല. പിന്നെയും ഒന്ന് കയറി നോക്കി. അപ്പോഴാണ് അതിൽ കേട്ടത് നമ്മൾ വന്നിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, MLM എന്നൊക്കെയാണ് പറഞ്ഞപ്പോ, അപ്പൊ എന്താണ് ഇത്? കാരണം എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റി കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു മേഖല തന്നെ നമ്മൾ യൂട്യൂബിലും അതേപോലെ തന്നെ ഗൂഗിളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം ചെറിയൊരു അവസരം അല്ല എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, അപ്പൊ ആൾക്കാർ ആരൊക്കെയോ കൊണ്ടുവന്ന വ്യക്തികൾ രക്ഷപ്പെടുന്നു എന്നൊക്കെ ഓരോ 7am കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു, ഞാൻ രക്ഷപ്പെടുന്നത് ഒരു വഴിക്കാണ് നിൽക്കുകയാണെങ്കിൽ പോലും എനിക്ക് എന്റെ ജീവിതത്തില് എന്റെ മുന്നിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ എനിക്ക് ഓർമ്മ വന്നു, കുടുംബത്തിൽ നിന്നാണെന്നുള്ളൊക്കെ. പക്ഷെ ഞാൻ ആ ഒരു അവസരം പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷനോ കാര്യങ്ങളോ ആർക്കും എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. കാരണം ഈ ഒരു അവസരത്തെ കുറിച്ചിട്ട് 1 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവൊക്കെ ആയിട്ട് ചെറിയൊരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് പ്ലാനാ കൊടുക്കണ്ടേ, അങ്ങനെയുള്ള ചിന്തയും ഉണ്ടായിരുന്നില്ല. നല്ലതാണ്. പിന്നെ ഈ പറയുന്ന പോലെ 7am കിട്ടുന്ന അറിവുകൾ എന്തൊക്കെയോ പറയും, അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയും നല്ലതാണ്, നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയും, 25,000 രൂപ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണം എന്ന് പറയും. അപ്പൊ ഈ ഒരു ഇതിലാണ് പറയുന്ന സമയത്ത് ഓരോരുത്തർ ഒഴിഞ്ഞു മാറുന്നു, കളിയാക്കുന്നു, ബോച്ചേന്റെ ആളാന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. പിന്നെ എന്തൊക്കെയോ അതായത് എനിക്ക് തലയ്ക്ക് ഭ്രാന്തായി എന്ന് വരെ എടുക്കുന്നതിന് കേൾക്കേണ്ടി വന്നതാ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പോയി 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 നമുക്ക് ഓരോ 7am കിട്ടുമ്പോഴാണ് ഇൻവിറ്റേഷൻ ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അവരോട് പറയേണ്ടതെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്ത് പറഞ്ഞ ബോധോദയം വരുമ്പത്തിനും എന്റെ ലിസ്റ്റില് 1/4 കൂടുതൽ പേരോട് ഞാൻ ഈ ഒരു തരത്തില് പറഞ്ഞ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ കളിയാക്കലും കുറ്റപ്പെടുത്തലും പരിഹാസമാണ് കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇവിടെ ഫിനാൻഷ്യലി എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്നതിനേക്കാളും ഇന്ന് ഇപ്പോ ഇത്ര പേര്, ഒരു 1000 പേരുടെ ഐഡിയ ആണ് മാക്സിമം സൂമിന് ഉണ്ടെന്നുണ്ടെങ്കിലും 1000 പേരുടെ മുന്നിൽ എനിക്ക് കിട്ടുന്ന അറിവ്, എനിക്ക് അറിയുന്ന ഒരു അറിവ് പറയാനുള്ള ഒരു കോൺഫിഡൻസ് എവിടെ വന്നു ചോദിക്കുമ്പോൾ ഫിസിക്കാർട്ട് എന്നുള്ള ഈ ഒരു അവസരത്തിനും കൊണ്ടാണ് പറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു 7am ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വെള്ളത്തട്ടോ മഞ്ഞത്തട്ടോ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വിധത്തിലും തരത്തിലും ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ ഒരു നമുക്ക് എന്താണ് ഒരു മടിയോ കാര്യങ്ങളോ ഇല്ലാണ്ട്, കാരണം ഞാൻ എന്നൊരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ലാണ്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ നമ്മളെ മനസ്സിലാക്കാനും, കാരണം ജീവിതത്തിൽ എന്താണ് പല സാഹചര്യത്തിന് കൂടെ നമുക്ക് കൂടെ ആരെങ്കിലും ഉണ്ടാവും തോന്നുന്ന സമയത്ത് ഒറ്റപ്പെട്ട് നിന്ന് കരഞ്ഞ് മക്കളെയും കൊണ്ട് നിന്നൊരു സാഹചര്യമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരാളോട് സംസാരിക്കാത്ത വ്യക്തിയാണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താനാണ് പ്രയാസം. കാരണം എന്താണ്, എന്റെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതേപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളാണ് കേട്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് എന്ത് സംഭവിക്കണം, നല്ലത് പറയാനും നമ്മളെ അംഗീകരിക്കാനും നമ്മളെ സ്നേഹിക്കാനും കൂടെ പിറക്കാണ്ട് പോയ കൂടെപ്പിറപ്പുകൾ എന്നൊക്കെ പറയില്ലേ, തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഇന്നാളെ എന്റെ അനിത മാം പറഞ്ഞതാണ്, വീട്ടിലുള്ളവർ അന്വേഷിക്കാൻ തുടങ്ങി മാമിനെ 7am കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെ. കാരണം എനിക്ക് ഒരു പരിധി അനിത മാഡത്തിന് ഇല്ല, പക്ഷെ നമ്മള് ഓരോ കുടുംബങ്ങളിലേക്ക് പോലും ആരെങ്കിലൊക്കെ ആവാൻ കഴിഞ്ഞു, നമ്മളെ അംഗീകരിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണെന്നും എനിക്ക് ചിന്തയില്ല. കാരണം ജീവിതത്തിൽ ജീവിക്കാൻ അറിയാത്ത കഴിവില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് മാത്രമാണ് എനിക്ക് എന്നെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലൊക്കെ മാറ്റം വന്നു. അപ്പൊ എനിക്ക് വന്നിട്ടുള്ളൊരു, അതായത് നമ്മൾ ന്യൂലി ജോയിൻ ചെയ്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളും ചെയ്തത്. പക്ഷെ ലീഡേഴ്സ് ഓരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ സമയത്ത് ഒരു 7am ചെയ്യാൻ പറഞ്ഞ സമയത്ത് പറ്റില്ല എന്നൊരു വാക്ക് എന്തില്ല എന്റെ വായിന്ന് വരാറില്ല. അതല്ലാണ്ട് അറിയില്ലായിരിക്കാം, പക്ഷെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആവില്ല എന്ന് എനിക്കറിയാം.
പക്ഷെ എന്തൊരു കാര്യം കിട്ടിയാലും അത് ചെയ്തു നോക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ ഓരോ 7 AM സെഷൻ എടുക്കാൻ വരുന്ന സമയത്തും നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയണേക്കാളും കൂടുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം അത് സെയിലിലോ അല്ലെങ്കിൽ ക്യാരക്ടർ വൈസിലോ എന്തിലെങ്കിലൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള ആർക്കെങ്കിലും ഉപകാരമുള്ള ആയി മാറണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോ ഞാൻ എന്താണ് കൂടുതലായിട്ട് പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വേറെയുള്ള കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് അറിവുകൾ പഠിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മളോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തിരിച്ച് മറുപടി പറയാൻ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ന് പറഞ്ഞ സമയത്ത് വരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഞാൻ എന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഒരു ന്യൂ ജോയിനേഴ്സ് ആണെങ്കിലും ചിലപ്പോ എന്തുണ്ടാവില്ല, നമുക്ക് കാണിച്ചു കൊടുക്കാൻ വലിയ വരുമാനങ്ങളോ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളോ ഇല്ലാണ്ടാവുമ്പോ നമ്മളിലോട്ടുള്ളത് ഒരു വിശ്വാസം എന്താ പറയുമ്പോ നമ്മള് ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയും അതിന് മുകളിലുള്ള ലീഡേഴ്സ് പറഞ്ഞു തരണം നമുക്കൊരു നമ്മളെ കൂടെ സപ്പോർട്ടിങ് നിൽക്കുന്ന ഒരു ധൈര്യം. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ 7 AM കാര്യങ്ങളോ BOP ഒക്കെ കേറുന്ന സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് ഒന്നുമില്ലായ്മയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പറയുന്ന സമയത്ത് ആ ഒരു കോൺഫിഡൻസിലാണ് ഉണ്ടാവാം. അപ്പൊ അവർക്ക് എന്തറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇവിടെ ഫിസിക്കാർട്ടില് രക്ഷപ്പെടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ, എന്തൊരു കാര്യം പറഞ്ഞാലും അപ്പൊ ഒരു MC ചെയ്യാൻ പറഞ്ഞു, ഒരു സെഷൻ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്ലാന് പറയാൻ പറഞ്ഞു, കുഴപ്പമില്ല. കാരണം ഇവിടെ തെറ്റും എന്നുള്ള അപ്പൊ നമുക്ക് അറിയാം ആരുടെയെങ്കിലും ഒരു മിനിറ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആരോട് നമ്മൾ 7 AM സെഷനൊക്കെ ചെയ്യാൻ പറഞ്ഞ സമയത്താണെങ്കിലും നമ്മൾ ഒരു ദിവസം ചെയ്തിട്ട് ഒരു കാര്യം പെർഫെക്റ്റ് ആവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയും ഞാൻ കൃത്യമായിട്ട് പ്ലാന് പറയാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പ്ലാന് പറയാം, അല്ലെങ്കിൽ MC ചെയ്യാൻ അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാം. ഒരു സെഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാനാണെങ്കിൽ ഞാൻ കൃത്യമായി വൃത്തിയും മെനക്കും ഞാൻ പഠിക്കട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജീവിതത്തില് നന്നാവാൻ പറ്റില്ല. ഒരു പെർഫെക്ഷണലിസം എന്ന് പറയുന്നത് നമ്മളുടെ ഇല്ലായ്മയാണ് ചെയ്യുക. ഒരിക്കലും എന്താണ് ജീവിതത്തില് നമ്മളെ വളർത്തില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്യുക. ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫാൾട്ട് കൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എവിടെയാണ് തെറ്റിപ്പോയി കാര്യങ്ങൾ ചിന്തിക്കുക. അതേപോലെ തന്നെ അല്ലെ നമ്മൾക്ക് ഒരു ടീമും കാര്യങ്ങളും വർക്കായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാവാം, ചിലപ്പോൾ റിസൾട്ട് കുറവായിരിക്കാം. പക്ഷെ ഏതൊരു സിറ്റുവേഷനും സാഹചര്യമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഇന്നലത്തെ നമ്മൾ എന്ത് ചെയ്യാത്ത കാര്യം ഇന്ന് ചെയ്തിട്ട് നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടോ, നമ്മളിലോട്ട് എന്ത് നമ്മൾ ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ട് അവനവനെ തന്നെ എന്ത് ചെയ്യാം, നമ്മള് ഒരു താരതമ്യം ചെയ്യുക. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, വേറൊരു ലീഡറോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് കൂടിയിട്ട് എന്ത് ചെയ്യണ്ട, നമ്മളിനെ ഈ ഒരു അവസരത്തിലൂടെ താരതമ്യം ചെയ്യണ്ട. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയും ഈ ഒരു അവസരത്തിലേക്ക് മുന്നേ വരുന്ന സമയത്ത് സ്വപ്ന മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, മരിക്കണം വരെ ചിന്തിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ജീവിത സാഹചര്യങ്ങളും ഉണ്ട് മക്കളെയും കൊണ്ട് മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇസ്ലാം മതപ്രകാരമാണെങ്കിൽ പറയും നമ്മളൊരു മൈൻഡിൽ ജീവൻ കളയാന്ന് നമ്മളുടെ രീതി ചിന്തിച്ചാൽ പോലും നമ്മളിൽ പെട്ടവനല്ല എന്നുള്ളത്. പക്ഷെ അത്രയും നമുക്ക് ദീനീബോധം ഉണ്ടായിട്ടടക്കം കാരണം ഞാൻ മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോയൊരു വ്യക്തിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഫിസിക്കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനുള്ള അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരു നമുക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ അത്രമാത്രം ഇഷ്ടമാണ് നമുക്ക് ഈ ഒരു മേഖലയെ കൊണ്ടുള്ളത്. അതായത് ഈ ഒരു അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പല സാഹചര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾക്ക് എന്നും എന്താ കേൾക്കുള്ളൂ, നെഗറ്റീവാണ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ നല്ലത് പറഞ്ഞിട്ടോ ഒന്നും നമുക്ക് ഫിസിക്കാർട്ടിന്റെ പുറത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെ പോലെയാണെങ്കിലും ഫീൽ ചെയ്യും. കാരണം ഇന്നും നമുക്ക് ആരെങ്കിലും നമ്മളുടെ ടീമിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെ പറപ്പ് എന്തെങ്കിലും ചിലപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പോയി വന്ന് കാണില്ലേ, അപ്പൊ നമുക്കൊരു മനസ്സിലേക്ക് സന്തോഷം വരും. അതേപോലെ എന്ത് വരും, സങ്കടം വരും അല്ലെ. ശരിക്കും ആ ഒരു ഫീലാണ് ഓരോരുത്തരും ഉള്ളത്. കാരണം ഞാൻ എന്നൊരു വ്യക്തിയെ ഞാനാക്കി മാറ്റിയത് എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഫിസിക്കാർട്ടാണ് എന്നുള്ളതാണ് അതിന് ഉത്തരം.
അതേപോലെ തന്നെ ഒരുപാട് കഴിവുകൾ വളർത്തിയെടുക്കാനും മുന്നേ പറഞ്ഞ പല കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഒരു ദിവസം ഒരു 7 AM ചെയ്യാൻ ചിലപ്പോ വേണമെങ്കിൽ 7 മണിക്ക് വിളിച്ചിട്ടായിരിക്കും അസീബെ കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറാറുണ്ട്. കാരണം അന്ന് ചിലപ്പോ വീട്ടിൽ പണി ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. ഒരു പ്ലാനിനാണെങ്കിൽ ഒന്ന് കയറും, ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില വ്യക്തികള് 7 AM ചെയ്യാൻ ആളില്ലെങ്കിൽ അല്ലെ, പെട്ടെന്ന് വിളിക്കാൻ ഒരു കോളുകളിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും നമ്മുടെ ലീഡേഴ്സിന്. അപ്പൊ അതിലൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്ത് പറഞ്ഞാലും എനിക്ക് അറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും എന്തില്ല, എന്റെ മൈൻഡില് ചിന്തയില്ല എന്നുള്ളതാണ്. അപ്പൊ തെറ്റാണെങ്കിലും അത് നമ്മൾ ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മള് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഈ ഒരു മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും വിജയിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ചെറിയ 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 കാര്യങ്ങള് അത് സ്ഥിരമായി ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് വിജയിക്കാന് പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും പുച്ഛിക്കാനൊക്കെ അല്ലെ 4 പേരുടെ മുന്നിൽ വെച്ചിട്ട് പരിഹസിക്കാൻ ആൾക്കാരുണ്ടാവും. ചിലപ്പോ നമ്മൾ ഇതിലൊരു ഐഡിയ അടിക്കുന്ന മുന്നേ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളെ എങ്ങനെയാണോ നോക്കിക്കണ്ടത് അതേപോലെ ചിലപ്പോ എന്താണ് ഇനി കാണില്ല. ചിലപ്പോ എന്ത് ചെയ്യും, നമ്മളെ കാണുന്ന സമയത്ത് ചെറുതാക്കി എന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് മാറും. കാരണം നമ്മൾ അവരെ പെടുത്താനാണോ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കും ഈ പ്ലാന് കൊടുത്തിട്ട് ഇത്ര ആഴ്ചയായി, ഇത്ര ദിവസമായി, ഇത്ര മാസമായി, എന്തുകൊണ്ട് വന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ചിന്തിക്കുക, ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ 6 മാസം ടൈം എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 6 മാസം ടൈം എടുക്കുമ്പോഴത്തേനും സെയിൽസ് എക്സിക്യൂട്ടീവ് കടന്നിട്ട് സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിലേക്ക് രമ്യ മാഡം ആയി. പക്ഷെ ഈ ഒരു അവസരം കിട്ടിയിട്ട് ആദ്യം പറഞ്ഞത് ആരോടാണ്, ജീവിതത്തിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അറിഞ്ഞത് കൊണ്ട് തന്നെ എന്നോട് പറയുമ്പോ നിരസ്കരിച്ചു ഞാനത്. അപ്പൊ നമുക്ക് ഇതിലൊരു സീനിയോറിറ്റി ഉണ്ട്. നമ്മൾ ആരെങ്കിലൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ വരുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്, നമുക്കൊരു റാങ്ക് എത്താനും വരുമാനം എത്താനും എന്നുള്ളതൊന്നും ഒരിക്കലും എവിടേക്കും നമുക്ക് ബോധ്യം വരില്ല, ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബോധ്യം വരില്ല. അപ്പൊ നമുക്ക് അത്രയും ലാഗ് നമുക്ക് വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ റാങ്കും കാര്യങ്ങളൊക്കെ കുറവായി മാറില്ലേ, പറയുന്ന വ്യക്തിന്റെ പുതുതായിട്ട് വന്നതാണെങ്കിൽ നമുക്ക് മാറ്റം വരും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തരത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ വന്നിട്ടുള്ള വ്യക്തികളും ചുരുക്കം പേരുണ്ടാവും. ചിലപ്പോ 10 1 2 3 വ്യക്തികളാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവസ്പർശമുള്ളതാണ്. പക്ഷെ ദൈവം പറഞ്ഞ അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് ഏതാണോ, ഏത് ജാതിയാണോ, മതമാണോ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും ആ ഒരു ശക്തിയിൽ ഒരു വിശ്വാസം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു വിശ്വാസം ഉണ്ടാവും. ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ വന്നു വരണം എന്നുണ്ടെങ്കിലും വന്നുകൊണ്ട് നിലനിന്ന് പോണം എന്നുണ്ടെങ്കിലും അത് ആ ദൈവത്തിന്റെ എന്താണ് കരങ്ങൾ ഉണ്ടായവർക്ക് മാത്രമാണ് പറ്റുള്ളൂ എന്നുള്ളത്. കാരണം ഇവിടെ വന്നിട്ട് ഓരോ വീട്ടമ്മയാണെങ്കിലും സംസാരിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കും എന്തുകൊണ്ട് ഇത്രയും പവർ വന്നു ചോദിക്കുമ്പോൾ ജീവിതത്തിൽ ആ ഒരു വ്യക്തികളേക്ക് ഒന്നുമില്ലായ്മ ചെയ്ത് പണത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്ത് പിന്നെയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മക്കൾക്കോ എനിക്കോ മര്യാദക്ക് ഇടില്ല കാരണം നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി ആവശ്യങ്ങൾ മുൻനിർത്തി നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ആവശ്യങ്ങൾ നോക്കുക, അത്യാവശ്യങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അത്യാവശ്യങ്ങളെ നോക്കുള്ളൂ. അപ്പൊ ജീവിതത്തില് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾ അവനാന് വേണ്ടി ചെയ്യാനോ ഒന്നും സാധ്യമായില്ല എന്നുള്ളത്. പക്ഷെ ഇന്ന് ഒരു കരഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോ കരഞ്ഞുകൊണ്ടും മുക്കിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ടും ജീവിതത്തിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ ഒരു കോൺഫിഡൻസും ധൈര്യം എന്നൊക്കെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു പവറും എവിടെ നിന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഉത്തരം തന്നെയുള്ളൂ, വിജയിക്കാട്ട് എന്നുള്ളത്. അപ്പൊ നിരന്തരമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ താഴ്ന്നു നിൽക്കേണ്ടി വരും, കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതിനുള്ള റിസൾട്ട് കാണാതെ പോവില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നിരന്തരമായിട്ട് ഓരോന്നും ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവില്ല, അത്രയൊരു റെസ്പെക്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മളൊരു വില ഉണ്ടാവില്ല. പക്ഷെ ജയസൂര്യ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അല്ലെ, ഇൻസൾട്ടിങ് ആണ് മുരളി ജീവിതത്തിൽ അത്രയും വലിയൊരു നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത് തീർച്ചയായിട്ടാണ്.
നമ്മളെ ആരൊക്കെ ചവിട്ടി താഴ്ത്തിയോ ഇന്നും അവരിൽ നിന്ന് നമ്മൾക്കൊരു ചിന്ത ഉണ്ടല്ലോ എല്ലാവർക്കും, നമ്മൾ ഇത്രത്തോളം എത്തുള്ളൂ, നമ്മളെ കൊണ്ട് ഇത്ര സാധ്യമാവുള്ളൂ. കാരണം നമ്മൾ ജീവിതത്തില് ഒരിക്കലും നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് നടക്കാൻ പഠിച്ചവരല്ല, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ എല്ലാ ഭാഷകളും വായിക്കാൻ പഠിച്ചവരല്ല. നമ്മൾ വീണും 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 നമ്മൾ വീണ്ടും പരിശ്രമിച്ച സമയത്താണ് നമുക്ക് എവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ആരൊക്കെ അംഗീകരിക്കാതിരിക്കണോ അവർക്കൊക്കെ ഉള്ളിലൊരു ചിരി മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലെ, ചിലപ്പോ നമുക്ക് അത്രത്തോളം എന്താണ് വിലയാ തരുന്നുള്ളൂ, നമ്മളൊന്നും ആവില്ല എന്ന് ചിന്ത ഉണ്ടെങ്കിൽ അത് ചിന്തിക്കേണ്ട ഒരു വ്യക്തിയും നമ്മളുടെ കഴിവ്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പല റീൽസിലും കാണാം, ഇന്ത്യത്തെ അമ്മമാരും അല്ലെങ്കിൽ കേരളത്തിലത്തെ അമ്മമാരും ഫോറിൻ കൺട്രികളിലെ അമ്മമാരിനൊക്കെ വെച്ച് നോക്കുമ്പോ അവിടെ വേണമെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുള്ളൂ, ആ വീണ് അവിടെ നിന്ന് കടന്ന് രണ്ടെണ്ണം കൊടുക്കുമല്ലോ. പക്ഷെ അവിടെ അങ്ങനെയല്ല. കാരണം അവിടെ മോട്ടിവേഷൻ ആണ്, അതൊരു ചെറിയ മക്കളിൽ നിന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ബിസിനസ് മൈൻഡിലേക്ക് മാറി എന്തെങ്കിലും ചെയ്യാനുള്ള സപ്പോർട്ടിങ് ആവും. അവരെ കൊണ്ട് അത്രയും ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുത്ത് അവരത്രയും കാത്തു സൂക്ഷിക്കുകയാണ്, അവർക്കൊന്നും വരാതിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം അങ്ങനെ ചെയ്താല് നമ്മൾ എന്തായി മാറണം, നമ്മൾ കഴിവ് ഇല്ല, കാരണം നമ്മളുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും കഴിവില്ലാത്തവരാണ്. അപ്പൊ ആ ഒരു തരത്തിൽ വന്നു നമുക്ക് ജീവിതത്തില് ഒരു ജീവിതം കാര്യങ്ങളും വന്ന സമയത്ത് നമുക്ക് നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാൻ ചിലപ്പോൾ സാധ്യമായിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടെങ്കിലും ഒരു ഡിഗ്രി പഠനം നടത്തിയതാണെങ്കിൽ പോലും ഞാന് ആ ഒരു കോളേജിന്റെ ക്യാൻറ്റീൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം ആ പുറത്തു കൂടെ പോകുമ്പോൾ കാണും, അല്ലാണ്ട് കോപ്പറേറ്റീവ് കോളേജിലായിരുന്നു അവളെക്കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന സമയത്ത്, റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് അതിന്റെ ഒരു വശം കാണുന്നല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. ടൂറ് പോയിട്ടില്ല. ഒരു സ്റ്റേജിൽ കയറിയിട്ട് ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഓരോന്നിനും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മള് ആ ഒരു ബെഞ്ചിലൊക്കെ ഇരുന്നത് ഭയങ്കര ഒരു ആകാംക്ഷയോടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമുക്കൊന്നും അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ടീച്ചർ ആവുകയെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിവൊക്കെ തരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ടീച്ചർ ആയി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാനാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താണ് എസ് പോയിന്റ് നോക്കുമ്പോൾ നമ്മള് വെൽനസ് പ്രൊഡക്റ്റുകളൊക്കെയാണ് ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഒരു സാധനം യൂസ് ചെയ്യില്ല. അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, അത് കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവും. കാരണം ഒരുപാട് മെഡിസിൻ ഒക്കെ കഴിച്ച് എന്റെ ആരോഗ്യത്തിന് അത്രയും പ്രശ്നം വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ നല്ലതാണോ എന്ന് ഞാൻ സെർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മള് യൂസ് ചെയ്യണ ഫിസിക്കാർട്ടില് വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് എത്ര സാധ്യത ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ ഒരു പല 7am പല വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ ഒരു അറിവ് തരുന്ന സമയത്ത് ഇവിടെ എനിക്കൊരു പേരും കിട്ടിയിട്ടുണ്ട്, മെഡിക്കൽ റെപ്പ് എന്നുള്ളതിൽ. അപ്പൊ ഞാൻ എവിടെയായി, അപ്പൊ നമുക്ക് മുന്നേ ഉള്ള പാർട്ട്നേഴ്സ് ഒക്കെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് വീഡിയോ കോൾ, ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. കാരണം എനിക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട്, കാരണം നമുക്ക് ഓൺലൈനിൽ ബുക്കിംഗ് ചെയ്യില്ലേ ഈ ഡോക്ടേഴ്സിന്, അങ്ങനെ ഡോക്ടേഴ്സിന് പറയണ പോലെ എന്റെ അസുഖം പറയാറില്ല. കാരണം നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച്, ആ ജ്യൂസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവിടെ ഞാൻ ആരായിട്ട് മാറുന്നത്, നേഴ്സോ ഡോക്ടറോ ആയിട്ടാണ് മാറുന്നത്. അതേപോലെ ഞാനൊരു സംരംഭക ആവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചെങ്കിൽ, കാരണം ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. കാരണം എന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ആഗ്രഹങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്നും എന്റെ വീട്ടിലുള്ളവർക്ക് പോലും എന്താണ് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ എന്താ പറയാ, ഒരുപാട് കുടുംബങ്ങളിലേക്ക് വലിയൊരു വരുമാനത്തിലേക്കോ വലിയൊരു ലെവലിലേക്കോ എത്തിയില്ലെങ്കിലും നമ്മളാൽ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ആരിലെങ്കിലൊക്കെ എത്തിക്കാനായിട്ട് ഒരു വരുമാനം, ചെറിയൊരു വരുമാനമാണെങ്കിലും അവരുടെ ആഗ്രഹം കാണാനാണെങ്കിലും ഒരു കോൺഫിഡൻസ് കൊടുക്കാനാണെങ്കിലും, ചിലപ്പോൾ നമ്മുടെ തല പോയി നിൽക്കുന്ന ഒരു പ്രശ്നമോടെ നിൽക്കുമ്പോഴായിരിക്കും നഖം പോയി മയം കൊണ്ട് ആർക്കെങ്കിലൊക്കെ അല്ലെ നമുക്ക് പറയുന്ന ഒരു വാക്ക് മറ്റുള്ളവർക്ക് എത്ര ഇൻസ്പിറേഷൻ ആവും, അല്ലെങ്കിൽ ജീവിതത്തിൽ എത്ര ഒരു സപ്പോർട്ടിങ് ആവും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വാക്ക് കൊണ്ട് ഒരു നിമിഷം നമുക്കൊരു ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്.
നമുക്കൊരു ദാനധർമ്മം ആണെങ്കിലും പുഞ്ചിരി അടക്കം ഇപ്പൊ നമുക്ക് അതടക്കം വലിയൊരു ദാനധർമ്മമാണെന്നുള്ളതാണ് ഇപ്പൊ നബി അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തില് നമ്മളില്ലാണ്ടാവുന്ന സമയത്ത് ആർക്കെങ്കിലൊക്കെ ഒരു അവസരം എത്തിക്കാൻ കഴിയണോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നിസ്സാരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ചിലപ്പോ വീട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാലോ, രാവിലെ വേറെ പണിയും തോരും ഒന്നുമില്ല, രാവിലെ തന്നെ ഫോൺ എടുത്തിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മൾ ആരെങ്കിലും കോള് വിളിക്കുന്ന സമയത്ത് കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാണ്ട് എന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടും ഇതൊന്ന് പിന്മാറാൻ തളർത്തിയ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നമുക്ക് ഇത്രയും കോൺഫിഡന്റും ധൈര്യവും ഈ ഒരു സംസാരിക്കാൻ പോലുള്ള പവർ കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇന്നോ ഇന്നലെയോ കുറച്ച് ദിവസങ്ങളായിട്ടോ കുറച്ച് മാസങ്ങളായിട്ടോ ഇവിടെ എത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയാ, ജീവിതത്തിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു വരുമാനോ കാര്യോ റാങ്കിലേക്ക് കടക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ ഒന്ന് മാത്രം ഓർപ്പിക്കുക, ഇന്ന് എന്ത് എഫേർട്ടാണോ ഇട്ടിരിക്കുന്നത് ആ ഒരു എഫേർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചിന്തിക്കുക, അതെന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ എവിടെയാണ് ഫാൾട്ട് എന്നുള്ളത് തിരിച്ചറിയാം. ഒരിക്കലും നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയും ചിലപ്പോ ഇവിടെ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ ചിന്തിച്ചു നോക്കുക, നമ്മളുടെ ഏത് ദൈവമാണോ ആ ഒരു ദൈവത്തില് നമ്മളെ ഇവിടെ എത്തിക്കുക എന്നുള്ള നിയോഗം മാത്രമായിരിക്കും ആർക്കുണ്ടാവുള്ളൂ, ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ആര് കൂടെ ഉണ്ടെങ്കിലും ആര് കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നമ്മളുടെ കൂടെ നിൽക്കുന്ന പവർഫുൾ ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ആരാണോ നമുക്ക് ക്രോസ് ലൈൻ ആയിട്ട് ടീമിൽ എല്ലാവരും കാണും അങ്ങനെയൊന്നല്ല കേട്ടോ പറയുന്നത്, പക്ഷെ നമുക്കറിയാം നമ്മളുടെ മോളിൽ ഏതൊക്കെ ലീഡേഴ്സ് ഉള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു കൂടെ നിന്നിട്ട് അവരെന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ നിന്ന് മാറണ്ട. കാരണം നമുക്ക് ഓരോ ട്രെയിനിങ് പ്രോഗ്രാമും അത്ര വാല്യൂ ഒന്നും തോന്നില്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്തൊക്കെയാണോ അതൊക്കെ എന്ത് ചെയ്യാം നമ്മള്. രമ്യ മാം, ഷിഫാന മാമിന് മൈക്ക് ഓൺ ആണ്. അപ്പോ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് മുന്നോട്ട് വരാൻ പ്രചോദനാവുന്ന ഓരോ അറിവും നമുക്ക് എന്താ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒന്നും മസ്റ്റായി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതല്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന അറിവുകൾ മുഴുവൻ എന്ത് ചെയ്യാം, നമ്മള് കേൾക്കാനായിട്ട് ശ്രമിക്കുക, പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്താണ് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുന്നുള്ളതാണ്. മുന്നോട്ട് വരിക. കാരണം പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ആണെങ്കിലും എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല, എനിക്കൊന്നും ആവില്ല എന്നുള്ളത് നമ്മൾ നിരന്തരം എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പറയാ, അല്ലെങ്കിൽ നമ്മൾ എങ്കില് അതായിരിക്കും നമുക്ക് വരുന്ന റിസൾട്ട് എന്ന് പറയാം. അപ്പൊ എന്നിലേക്ക് ഇല്ലേ പണം ആണെന്നുണ്ടെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി, പക്ഷെ നമ്മള് ചിന്തിക്കും എനിക്ക് അത് തന്നില്ലല്ലോ, എനിക്ക് അത് ഇതില്ലല്ലോ, എനിക്ക് ഈ ഒരു കുറവുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന നമ്മളെക്കാൾ ഒരു ദിവസം കയ്യും കാലും ശരീരത്തിന്റെ പല ഭാഗങ്ങളെ കൊണ്ട് ചലിപ്പിക്കാൻ കഴിയാണ്ട് ബുദ്ധിമുട്ടുന്ന ഹോസ്പിറ്റലില് സീരിയസ് ആയി കിടക്കുന്ന ഒരു വ്യക്തികളെ നോക്കുമ്പോൾ നമുക്ക് അനുഗ്രഹീതമായിട്ട് കയ്യും കാലും സംസാരിക്കാൻ ഒരു ഇത് തന്നിട്ടുണ്ട് അല്ലെ. കാരണം മനുഷ്യന്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞ നിമിഷത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് ഒന്നും ഭക്ഷണം പോലും കഴിക്കാനില്ലാണ്ട് വേസ്റ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മളോട് ചിന്തിക്കുക വിഭവ സമൃദ്ധ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ നമുക്ക് ഓരോരോ ദിവസം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, നമ്മള് നന്ദി പറയുക. നമ്മുടെ മനസ്സിലാണെങ്കിലും പ്രവർത്തിയിലാണെങ്കിലും നമുക്ക് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഫിജി കാർഡ് എന്നുള്ള ഒരു അവസരത്തില് മറ്റുള്ളവരുടെ വിജയം കാണുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ സന്തോഷിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുള്ളതാണ്. നമുക്കപ്പോ ഒരിക്കലും ഈഗോയോ അസൂയോ കുശുമ്പോ ഒന്നും വേണ്ട. കാരണം നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ചില നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് എപ്പോഴും എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും. അപ്പൊ ഇന്നാണെങ്കിലും ഒരു 7am എടുക്കാതിരിക്കാനുള്ള ഒരു അവസരം പോലെ പോയതാണ്. അപ്പൊ രമ്യ മാം എന്നോട് ചോദിച്ചൊരു കാര്യം ഉണ്ട്, അസീബ ഇന്ന് പറ്റുമോ നിനക്ക്, പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനേക്കാളും മോശം സിറ്റുവേഷനിൽ എടുത്തിരിക്കും. പക്ഷെ ഞാനൊരു 7am ഇതായപ്പോഴാണെങ്കിൽ ചിലപ്പോൾ 2-3 തവണ എനിക്കൊരു ബുദ്ധിമുട്ട് അതിന്റെ വന്നെന്നുണ്ടെങ്കിലും എനിക്ക് ഇത്രയും നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്നെ ഉൾപ്പെടെ ഇന്നിപ്പോ 44 പേര് കൗണ്ടില്ല, സെക്കൻഡ് ID ആണ് ഇട്ടിട്ടുള്ളത്.
അപ്പൊ ആർക്കെങ്കിലും ബോറടിച്ചതാണ് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൗണ്ട് തീർച്ചയായിട്ടും വരില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു വേർഡ്സ് ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് പറയുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ള ഓരോരോ വ്യക്തികൾക്കും വിജയിച്ച കഥ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അല്ലാതെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നവരൊക്കെ നമ്മളോട് ജോയിൻ ചെയ്യാനായിട്ട് വരില്ല. കളിയാക്കലാണോ, കളിയാക്കിക്കോട്ടെ. അപ്പൊ ഇതിനൊന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ വാക്കുകൾ കൊണ്ട് മറുപടി പറയണ്ട. കാരണം ഒരു സെയിൽസ് മാനേജർ എന്നുള്ള ഒരു റാങ്ക് കഴിഞ്ഞ് ഈ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഫോട്ടോ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഇന്ന് ഫാമിലിയിലെ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എന്നെ കളിയാക്കിയവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്നിലെ മാറ്റം കണ്ടിട്ട്, കാരണം പഠന സമയത്താണെങ്കിലും ഇന്ന് ആ ഒരു ഫ്രണ്ട്സുമാരൊക്കെ ആയിട്ട് ഇന്നാണ് ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുമ്പോൾ അവര് പറഞ്ഞൊരു കാര്യം കൊണ്ട് വിഷമിച്ച് എന്തോ ആരോടും സംസാരിക്കാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്ന് നീ തന്നെയാണോ ഇത് ചോദിച്ചു. അപ്പം അത്രയും മാറ്റങ്ങൾ വരുത്താൻ എവിടെ കൊണ്ട് സാധ്യമായി എന്നുള്ളത് ചോദിക്കുമ്പോൾ ഫിജി കാർഡ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ജീവിതം പറയണത് ഒന്നേ ഉള്ളൂ അല്ലെ. നമ്മളൊന്നും മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾക്കും ചോദിക്കാറുണ്ട്, ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ, ഇതിന് വാറന്റി ഉണ്ടോ, അത് എത്ര ഉണ്ട് ചോദിക്കുമ്പോ അല്ലെ മനുഷ്യൻ എന്നുള്ള ഈ ഒരു വ്യക്തി നാളെ അടുത്ത സെക്കൻഡിൽ നമ്മൾ ഉണ്ടോന്ന് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഉള്ള ലൈഫ് സന്തോഷമായിട്ട് ഇരിക്കുക. നമുക്ക് ജീവിതത്തിൽ വലിയ അച്ചീവ്മെന്റും ഉയരങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് ഈ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. എന്തൊരു സാഹചര്യം ഫിജിക്കാർട്ടില് നമ്മൾ നിൽക്കാതിരിക്കാൻ ഇവിടെ ഉണ്ടെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് വിട്ടുമാറി നിന്നുകൊണ്ട് ഒരിക്കലും നിൽക്കരുത്. കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണെങ്കിലും നാളുകളിൽ വലിയൊരു വിജയം ഉണ്ടാവും എന്നുള്ളതും നമ്മൾ ആരൊക്കെ നമ്മളെ പുച്ഛിച്ചാലും ചവിട്ടിത്താഴ്ത്തിയാലും നമ്മളെ ഉയരത്തിലെത്തിക്കാൻ തന്നെയാണ് ഇവിടെ നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്കൊക്കെ സാധ്യമാവും. അല്ലാതെ നമ്മളുടെ കഴിവിന് നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും അല്ലെങ്കിൽ വേണ്ട നമുക്ക് പോലും നമ്മൾ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. കാരണം ഇന്ന് ജീവിതത്തില് ലോകത്തില് ഒന്നുമില്ലായ്മയിൽ വന്നിട്ടുള്ള ഉണ്ട്. MA യൂസഫ് അലി ആണ്, ഷാറൂഖ് ഖാൻ ആണ്, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ കേട്ടോ, പറയണമെങ്കിൽ നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയായി ചോദിക്കുമ്പോ അവരുടെ കുടുംബം കൊണ്ടല്ല. കാരണം അവര് അംബാനിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ കോടീശ്വരന്മാരുടെ ഒന്നും മക്കളായിട്ട് ജനിച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് അവനാന്റെ ആഗ്രഹങ്ങളെ അല്ലെ അതിനെ ആവാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിച്ച സമയത്ത് ആയിട്ടുള്ള വ്യക്തികളാണ്. നമ്മൾ എന്നുള്ള ഒരു വ്യക്തി ഇല്ലാതിരിക്കുന്ന സമയത്തും നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ ആലോചിച്ചൊക്കെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ ഇറക്കണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഞാൻ 100 രൂപയ്ക്ക് 100 സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനാ നോക്കുള്ളൂ. അപ്പൊ നമ്മളൊരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒക്കെ എവിടെ വന്നിട്ട്, കാരണം ഈ ഒരു ഐഡിയ എടുക്കുമ്പോൾ ഇതിന് ഇത്ര രൂപയാണോ ചിന്തിച്ചു എന്നുണ്ടെങ്കിൽ ആ സാധനം കയ്യിൽ കിട്ടിയ സമയത്ത് ഉപയോഗിച്ച സമയത്ത് ആ ഒരു ചിന്ത മാറി എന്നുള്ളത്. കാരണം ലൈഫില് നമ്മള് എല്ലാ സമയത്തും വലിയ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതല്ലെങ്കിലും പക്ഷെ നമ്മൾ ഇന്ന് നല്ല ക്വാളിറ്റിയോടെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് യൂസ് ചെയ്യാനും അതേപോലെ നമുക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മളെയാണ് അല്ലെ അവിടെ ഒരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ നമുക്ക് മാറ്റം വരികയാണ്. അപ്പൊ ഓരോരോ മാറ്റങ്ങളും ഉണ്ടാവും. അപ്പൊ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ നടന്നു കാര്യങ്ങൾ അങ്ങനെയല്ല. പക്ഷെ സ്കൂട്ടി എന്നുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ അതിന് തുടക്കം കുറിക്കാൻ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. പിന്നെ പല സമയത്തും നമുക്ക് പൈസക്കില്ലേ വാല്യൂ ആയതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ചിന്തിച്ച സമയത്ത് എനിക്ക് ഈ ബോച്ചേട്ടിന്റെ ആണെങ്കിലും ഈ ഒരു ഫിജിക്കാർട്ട് എന്നുള്ളതിന്റെ വരുമാനം നമുക്ക് സാധ്യമായി. അപ്പൊ കുഞ്ഞു ആഗ്രഹത്തിൽ നിന്ന് വലിയ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള ഒരു കാര്യമാണെങ്കിലും ഞാൻ എനിക്ക് മാറ്റാൻ കഴിയുന്നത് എവിടെയെന്നുള്ളത് ചോദിച്ചത് എവിടെയാണ് ചോദിക്കുമ്പോൾ ഫിജിക്കാർട്ട് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ കഴിയും. കാരണം അന്ന് കേട്ട നെഗറ്റീവോ കാര്യങ്ങളോ ഇപ്പൊ എന്നോട് ആരും പറയാറില്ല. കാരണം ഞാൻ അത്രയും പവറാണ്, അല്ലെങ്കിൽ ഒരു വാക്കും കൊണ്ടും തളർത്താൻ പറ്റും. കാരണം നമ്മളെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് ആണ്. കാരണം ആ ഒരു സമയത്ത് എനിക്ക് റിസൾട്ട് വരുന്നില്ല, വരുമാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്തും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരത്തിന്റെ വാല്യൂ മനസ്സിലാക്കി അതേ പിടിച്ചുകൊണ്ട് നിന്നത് കൊണ്ടാണ് എല്ലാവരും നോക്കിക്കാണുന്ന നമ്മൾക്ക് ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തി കൊണ്ട് തന്നെയാണ്
എല്ലാവരും എന്ത് ചെയ്യുക, പിന്നോട്ട് നിൽക്കാണ്ട് മുന്നോട്ട് വരിക, ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും 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 ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ഓരോ ഫെയിലിയർ എന്ന് നമ്മൾ വിജയിക്കുമ്പോൾ ഉള്ള പരാജയങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കണം അല്ലെ ജീവിതത്തിൽ നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യങ്ങള് ഉണ്ടാവും. ഇനിയും വീണ്ടും പറയണ, ഇവിടെ വിട്ടിട്ട് പോവാതിരിക്കുക. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇതിൽ വിജയിച്ച് ഇതിന്റെ അറ്റം കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുക്കാം. അപ്പൊ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് മാത്രം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് വരാനും അല്ലെ, ഒരുപാട് ലൈഫില് വലിയ സ്വപ്നങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കാരണം നടന്നു. കാരണം പണത്തിന്റെ ഇല്ലായ്മ കൊണ്ടാണല്ലേ നമുക്ക് എവിടെയെങ്കിലും വില തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വില തരാണ്ട് നമ്മളെ താഴ്ത്തിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നിന്ന് മുന്നേറാനുള്ള ഒരു പ്രചോദനമായിട്ട് നമുക്ക് ഫിജിക്കാർട്ട് എന്നുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ ഇന്ന് ചരിത്രം കുറിക്കാൻ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഈ ചരിത്രം കുറിക്കാനും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാന് നമ്മളിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്, രക്ഷപ്പെടാനായിട്ട് കിട്ടിയ ഒരു അവസരമാണെന്ന് പൂർണ്ണമായിട്ട് തന്നെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. എന്ത് സംശയങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ കൂടെ വന്നവർ ഒരിക്കലും ഇവിടെ കൂടെ കൊണ്ടുവന്നവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ എടുത്തിട്ട് വിജയിക്കണം പറഞ്ഞിട്ട് വന്നിട്ടുള്ളതല്ല. കട്ടയ്ക്ക് ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ ജീവിത ലക്ഷ്യത്തില് നിങ്ങളെ ഓരോരുത്തരെയും കൂടി എവിടേക്കെങ്കിലും എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക. കാരണം നമുക്ക് രമ്യ മാം പറഞ്ഞ പോലെ തന്നെ അന്ന് അത് പറഞ്ഞതാണ്, ബട്ട് ആൾ എന്നെ ഫോളോ അപ്പ് വിട്ടതാണെങ്കിൽ ഞാൻ അസീബ എന്നുള്ള ഒരു വ്യക്തി ഇപ്പൊ ചിലപ്പോ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ കഴിയുമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫിജിക്കാർട്ട് എന്നുള്ള ഒരു അവസരം അവർക്ക് എന്നും ജീവിതത്തിൽ വേണ്ടാന്നല്ല, അവർക്ക് ഇപ്പോ വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിനൊന്നും ടെൻഷനോ കാര്യങ്ങളോ അടിക്കണ്ട, അവരെ നോക്കി നിൽക്കണ്ട. നമ്മൾ കൂടുതൽ പേരിലേക്കും എത്താനും ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോ ചെറിയ വിജയങ്ങളിൽ നിന്ന് വലിയ വൻ വിജയങ്ങളാണ് ഉണ്ടാവുക അല്ലെ. ഒരു മുളയുടെ കഥയുണ്ടല്ലേ, 4 വർഷം വരെ ആ ഒരു വിത്ത് ആ മണ്ണിൽ നിന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് അതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മളുടെ അല്ലെ, ആരൊക്കെ നമ്മളെ തരം താഴ്ത്തി കഴിഞ്ഞാലും അത് നമുക്ക് കോൺഫിഡന്റ് ഉണ്ടാവാനാണ്, നമുക്ക് നല്ലതിനാണ്, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ചിലപ്പോ അതിന്റെ ഒക്കെ അല്ല, കാരണം ചിലപ്പോ ഇവിടെ ഒരു പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കാം ഓരോരുത്തരെ വിശ്വസിച്ച് വന്നിട്ടുണ്ടാവുക. അത് നമ്മള് മുന്നേ ചെയ്തുള്ള നമ്മളുടെ പ്രാർത്ഥനന്റെയും നമ്മുടെ നല്ല മനസ്സിന്റെയും എല്ലാം ഉടമകളായത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേർക്ക് അല്ലെ, എല്ലാവർക്കും നല്ല കഴിവും കാര്യങ്ങളും ഉള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അവനാണിൽ തന്നെ വിശ്വസിക്കുക. അപ്പൊ ഒരു നല്ലൊരു ദിവസവും അല്ലെങ്കിൽ നല്ലൊരു തുടക്കവും അല്ലെ. കാരണം ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ പോലും നമുക്ക് ഇന്നാണ് നമ്മളുടെ ദിവസം, കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ അല്ലെ നമുക്ക് ഓരോരുത്തർക്കും മറുപടികൾ കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവാനായിട്ട് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോരുത്തരുടെ വിജയം ഞാൻ കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് കാണുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നെയാണുള്ളത്. അങ്ങനെ ഓരോരുത്തർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്നും കൂടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഷിഫാന മാം.